ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ ഓഫ് 1/x ഇൻറ്റു x⁴ - 1 dx. ഇതെങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും? ഈ പ്രോബ്ലം ഒന്ന് ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. പോളിനോമിയൽ ബൈ പോളിനോമിയൽ, ഇത് ഫാക്ടറൈസ്ഡ് ഫോം ആണെങ്കിലും നമ്മൾ ഓരോ ഫാക്ടറും എക്സിൻ്റെ ടേമിലായാലല്ലേ ടൈപ്പ് 1 ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഫാക്ടർ എക്സിൻ്റെ ടേമിലുള്ള ഫാക്ടർ, പക്ഷെ സെക്കൻഡ് ഫാക്ടർ x⁴ ആയിപ്പോയി. എക്സിൻ്റെ ടേമിലായിരിക്കണം രണ്ട് ഫാക്ടർ, എങ്കിൽ മാത്രമേ പാർഷ്യൽ ഫ്രാക്ഷനിലെ ടൈപ്പ് 1 ഉപയോഗിക്കാൻ പറ്റൂ. ഇതൊന്ന് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഞാനൊരു മെത്തേഡ് പറഞ്ഞുതരാം, ഓർത്ത് വെച്ചോളോ. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണേ, സ്റ്റാൻഡേർഡ് പ്രോബ്ലം ആയിട്ട് കരുതാം. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും x³ കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. എന്തിനാണ് x³ എന്നുള്ളത് മൾട്ടിപ്ലൈ ചെയ്യണത്? കാരണം ഞാൻ പറഞ്ഞുതരാം ഇപ്പം തന്നെ. അതിനുള്ള കാരണേ, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും x³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ ഇവിടെ നോക്കിയത് ഡിനോമിനേറ്ററിൽ x × x³ വരില്ലേ? x × x³ x⁴ അല്ലേ? അപ്പോൾ നോക്കിയേ, x⁴ × x⁴ -1 ആവും. x⁴ × x⁴ -1 ആവുമ്പോൾ x⁴ t കൊടുക്കാൻ പറ്റും. കാരണം x⁴ റിപ്പീറ്റഡ് ആയിട്ട് വരും. ഞാൻ x³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x⁴ 2 തവണ വരും. 2 തവണ വരുമ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആണല്ലോ ചെയ്യുക. റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ അങ്ങനെ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മുകളിലും താഴെയും x³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. x⁴ 2 തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കൊണ്ട് x⁴ t കൊടുക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം, ചെയ്ത് കാണിച്ചു തരാം. ഇൻ്റഗ്രൽ 1 × x³ ന്യൂമറേറ്റർ, 1 × x³ താഴെ എന്താ പറഞ്ഞത് നോക്കിയേ, x × x³ x⁴ x⁴ -1 ഇങ്ങനെ വരും. നമ്മൾ x⁴ 2 തവണ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്താലോ, x⁴ t കൊടുത്താലോ? അങ്ങനെ കൊടുത്താലുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് അറിയാമോ? x⁴ t ആകുമ്പോഴേ t × t - 1 ആയി മാറും. അത് t × t - 1 ആകുമ്പോൾ എളുപ്പമാണ്. അപ്പോൾ നമുക്കൊരു പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ ആർക്കാണോ t കൊടുക്കുന്നത് അതിൻ്റെ ഡെറിവേറ്റീവ് × dx അവിടെ ഉണ്ടാവണം. x⁴ t കൊടുത്തു, അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് × dx അവിടെ വന്നിട്ടില്ലെന്ന് നോക്കണം. നമുക്ക് നോക്കാം. x⁴ ഡെറിവേറ്റീവ് 4x³ ആണ്. × dx dt എന്നാവുമല്ലോ, അതറിയാമല്ലോ. f(x) t ആണെങ്കിൽ f'(x) dx dt എന്നാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമുക്ക് ഈ 4 റൈറ്റ് സൈഡിലോട്ട് എടുക്കാം. 4 റൈറ്റ് സൈഡിലോട്ട് എടുത്താൽ x³ dx എന്ത് വരും? 1/4 dt ആവും. x³ dx 1/4 dt ആവും. നമ്മൾ ഇൻ്റഗ്രേഷൻ എങ്ങനെ വരും? ഇൻ്റഗ്രൽ ഓഫ് ന്യൂമറേറ്റർ നോക്കിയേ, x³ dx അല്ലേ, 1/4 dt എന്ന് കിട്ടും. കണ്ടില്ല, ഇവിടെ x³ dx വന്നിട്ടുണ്ട്. അത് 1/4 dt ആവും. ആ 1/4 പുറത്തിടാ dt. താഴെ x⁴ t ആണല്ലോ, താഴെ t × t - 1 ആവും. നമുക്ക് വളരെ ഈസി ആയിട്ട് പാർഷ്യൽ ഫ്രാക്ഷൻ വഴി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. dt അങ്ങോട്ട് നീക്കി നിർത്താം. 1/t × t - 1 അല്ലേ? 1/t × t - 1 ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്കറിയാം. 2 ഫാക്ടറുകളാണുള്ളത്. a/ ഫസ്റ്റ് ഫാക്ടർ പ്ലസ് b/ സെക്കൻഡ് ഫാക്ടർ എന്ന് എഴുതണം. അറിയാലോ, ഇത് ഓൾറെഡി നമ്മളിത് ചെയ്തിട്ടുണ്ടല്ലോ. ഇങ്ങനത്തെ എയും ബിയും കാണാൻ വേണ്ടി നമ്മളിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. a × t - 1 a × t - 1 പ്ലസ് b × t. ലെഫ്റ്റ് സൈഡിലെ ന്യൂമറേറ്റർ 1 ആണ്. ഇനി നമ്മൾ ടിക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടിക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം 0 ആവും. അതിന് വേണ്ടിയാണ് ടിക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ടിക്ക് 1 കൊടുക്കുമ്പോൾ a × 0 ക്യാൻസലായി പോയി.
ഇവിടെ ബി ഇൻറ്റു 1 ബി ആണ്. റൈറ്റ് സൈഡ് ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് അതുപോലെ തന്നെ അങ്ങോട്ട് പകർത്തിയാൽ മതി. ടിയുടെ വാല്യൂ അവിടെ കൊടുക്കേണ്ട വരില്ല, ആവശ്യം വരില്ല. റൈറ്റ് സൈഡ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അത് തന്നെ എഴുതിയാൽ മതി. അപ്പോൾ ടിക്ക് 1 കൊടുത്തപ്പോൾ ബി ഈക്വൽ ടു 1 കിട്ടി. ഇനി അടുത്ത ആൾ ടി വന്നിട്ടുണ്ട്. ടിക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബി ഇൻറ്റു 0 വരും. അങ്ങനെ അത് പോവും, അത് ക്യാൻസലായി പോവും. അപ്പോൾ ബി ടി എന്നുള്ള ടേമിനെ കളയാൻ വേണ്ടി ടിക്ക് 0 കൊടുക്കുക. ടിക്ക് 0 കൊടുക്കുമ്പോൾ എ ഇൻറ്റു 0 മൈനസ് 1 എ ഇൻറ്റു മൈനസ് 1. ഇവിടെ ബി ഇൻറ്റു 0 പോയി. റൈറ്റ് സൈഡ് 1 ആണ് കോൺസ്റ്റൻറ്റ്. -1 അങ്ങോട്ട് പോകുമ്പോൾ എ ഈക്വൽ ടു -1 കിട്ടും. സോ നമ്മൾ ഇൻ്റഗ്രൽ എങ്ങനെ വരുന്നു? എവിടെ നമ്മൾ അവസാനം ഇൻ്റഗ്രേഷൻ എഴുതി നിർത്തിയത്? ഇതാണ് 1/4 ഇൻറ്റു ഇൻ്റഗ്രൽ അല്ലേ? ഇതല്ലേ, ഇവിടെ അല്ലേ നമ്മൾ അവസാനം ഇൻ്റഗ്രേഷൻ എഴുതി നിർത്തിയത്. അപ്പോൾ അത് ഒന്നുകൂടി എഴുതാം. 1/4 ഇൻറ്റു ഇൻ്റഗ്രൽ. ഇതിനെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കിയിട്ടുണ്ടല്ലോ. എങ്ങനെ? 1/t ഇൻറ്റു ടി മൈനസ് 1 അല്ലേ ഇത്? 1/t ഇൻറ്റു ടി മൈനസ് 1നെ എങ്ങനെ എഴുതാൻ പറ്റുന്ന പറഞ്ഞ്? a/t പ്ലസ് b/t മൈനസ് 1. a -1 ആയതുകൊണ്ട് -1/t പ്ലസ് b/t മൈനസ് 1. b എന്ന് പറഞ്ഞാൽ 1 ആണ്. 1/t മൈനസ് 1 dt. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 1/4 ഇൻറ്റു -1/tയുടെ ഇൻ്റഗ്രൽ മൈനസ് മാറ്റി നിർത്താം. 1/tയുടെ ഇൻ്റഗ്രൽ ലോഗ് ടി ആണ്. 1/t മൈനസ് 1ൻ്റെ ഇൻ്റഗ്രൽ ലോഗ് ടി മൈനസ് 1 ആണ്. പ്ലസ് സി 1/4 ഇൻറ്റു ഓർഡർ മാറ്റി വായിക്കാമല്ലോ. ലോഗ് എ മൈനസ് ലോഗ് ബി. ഒരു സ്റ്റെപ്പ് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ലോഗ് എ മൈനസ് ലോഗ് ബി. ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബൈ ബി ആണ് അല്ലേ? ലോഗ് ടി മൈനസ് 1 മൈനസ് ലോഗ് ടി എന്ന് പറയുമ്പോൾ ലോഗ് ടി മൈനസ് 1/t പ്ലസ് സി ഈക്വൽ ടു 1/4 ഇൻറ്റു ലോഗ് ടി എന്തായിരുന്നു? ടി x⁴ ആയിരുന്നു. ടിക്ക് പകരം x⁴ ഇട്ട് കൊടുക്കുക. ഫർദർ സിംപ്ലിഫിക്കേഷൻ നിർബന്ധമില്ല. ഇതാണ് ആൻസർ.